ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ അത് മാജിക് അല്ല, അത് സയൻസ് ആണെന്ന്. ഈ ക്രിസ്റ്റൽസ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയുമായിട്ടും നമ്മുടെ എൻവയോൺമെന്റുമായിട്ടും ഇന്ററാക്ട് ചെയ്യണമെന്ന് മനസ്സിലാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഫിസിക്സിലെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ട്, ബേസിക് ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾ ഉണ്ട്, അത് മനസ്സിലാക്കണം. എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എനർജി. കേട്ടിട്ടുണ്ടല്ലോ, എന്താണെങ്കിലും കേട്ടിട്ടുണ്ട്, 100% ഉറപ്പായി കേട്ടിട്ടുണ്ട്. അപ്പം ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എനർജി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സബ് ആറ്റോമിക് ലെവലിൽ പറഞ്ഞാൽ ഞാനാണെങ്കിലും ശരി, നിങ്ങളാണെങ്കിലും ശരി, ഇപ്പം ഈ സോഫ ആണെങ്കിലും ശരി, ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡിവൈസ് ആണെങ്കിലും ശരി, എല്ലാം എനർജിയാണ്. എല്ലാം അതിൻ്റെതായ ഡിഫറെന്റ് ഫ്രീക്വൻസീസിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജി. ഇത് സയൻസ് ഫിക്ഷൻ ഒന്നുമല്ല, ഇറ്റ്സ് ബേസിക് സയൻസ്. ഈ ഭൂമിയിലുള്ള ഏത് വസ്തുവിനെയും നിസാരം, ഇപ്പം ഈ ഒരു പേന, ഇതിനെ എടുത്തൊരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ഉള്ളിൽ വെച്ച് സൂം ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ആറ്റംസ് കാണാൻ പറ്റും. ഇനി പിന്നെയും സൂം ചെയ്ത് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോൺസ് ഒരു നോൺ സ്റ്റോപ്പ് ആയിട്ട്, ലൈക്ക് ഒരു സെക്കൻഡ് പോലും നിർത്താതെ ഫുൾ ടൈം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാൻ പറ്റും. ആക്ച്വലി അതിൽ നിന്ന് എന്താ മനസ്സിലാക്കണ്ടേ? ഈ ഭൂമിയിലുള്ളത് ഒന്നും സ്റ്റില്ലല്ല, ഒന്നും സ്റ്റില്ലായിട്ട് നിൽക്കുന്നില്ല, എല്ലാം ഫുൾ ടൈം മൂവിങ്ങില്ല. ഇനി ഇതിനെ നമ്മളിലോട്ട് അപ്ലൈ ചെയ്താൽ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ഓരോ ആലോചനകളും, ഓരോ ആലോചന ഒന്നും 86 ബില്യൺ ന്യൂറോൺസ് ഇൻസ്റ്റന്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അവിടെയും എന്ത് വേണം? എനർജി ഉണ്ടാവണം. എനർജി ഇല്ലാതെ ആ ഒരു ട്രാൻസ്മിഷൻ അവിടെ നടക്കില്ല. ഇനിയിപ്പം നമ്മുടെ തലയിലുണ്ടാകുന്ന ആലോചനകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കും, ഒന്ന് പോസിറ്റീവായിട്ടും ഒന്ന് നെഗറ്റീവായിട്ടും. ഇത് രണ്ടും എന്തൊക്കെയാണെന്ന് ഞാൻ ഈ കൊടുത്തേക്കുന്നത് വായിച്ചാൽ എങ്ങനെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എപ്പോഴും പോസിറ്റീവായിട്ടാണ് നമ്മുടെ ആലോചനയെങ്കിൽ നമ്മളെ ഇമിറ്റ് ചെയ്യുന്ന ഒരു എനർജിയും അതുപോലെ പോസിറ്റീവ് ആയിരിക്കും. ഇനിയിപ്പോൾ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ. അതാണ് ഇത്. നമുക്ക് നമ്മുടെ റിയൽ ലൈഫിൽ തന്നെ നമുക്ക് പലപ്പോഴും അത് മനസ്സിലാകുന്ന കാര്യമാണ്. കാരണം ചില ആൾക്കാർ നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ നമുക്കൊരുമാതിരി ആ ഒരു ഫീൽ അടിക്കാറില്ലേ? പക്ഷെ ചിലർ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ തന്നെ ഭയങ്കര ബൂസ്റ്റ് ആവും, പെട്ടെന്ന് ഹാപ്പി ആവും. അപ്പോൾ അവരിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന എനർജി എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതിനെയാണ് ഈ ഓറ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്നാണല്ലോ നിങ്ങൾ ഇടയ്ക്ക് എപ്പോഴേലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. നമ്മൾ അൺസ്റ്റേബിൾ ആയിട്ടിരിക്കുമ്പം സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സിസ്റ്റം അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു എനർജി നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മളെ അഫക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് നെക്സ്റ്റ് വീഡിയോ.